ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ജിതിൻ. നാം ഇന്ന് പഠിക്കുന്നത് വേൾഡ് ജിയോഗ്രഫിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് റിവർ സിസ്റ്റം, ഇന്ത്യയിലെ നദികൾ. നമ്മുടെ എല്ലാ എക്സാമിനും കോമൺ ആയിട്ട് കാണുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ത്യയിലെ നദികൾ. പലപ്പോഴും കാണാറുണ്ട്, കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതാണ്, പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദിയാണ്, അല്ലെങ്കിൽ നദികളുടെ പോഷക നദികൾ തന്നതിന് ശേഷം അതിൽ ഉൾപ്പെടാത്തത് ഏതാണ്. ഇത്തരത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ടോപ്പിക്കായിട്ട് പഠിക്കുമ്പോൾ പോലും സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഇങ്ങനെ ഒരുപാട് നദികൾ പഠിച്ചിട്ട് ഏറ്റവും അവസാനം ഇത് ആകെ കൺഫ്യൂഷൻ ആകാറുണ്ട്. ഇതൊക്കെ ഏത് ഭാഗത്തൂടെയാണ് ഒഴുകുന്നത്, ഇതിൻ്റെ പോഷക നദികൾ എന്തൊക്കെയാണെന്ന് ആകെ കൺഫ്യൂഷൻ ആകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫസ്റ്റായിട്ട് വളരെ ബേസ് ആയിട്ടുള്ള ക്ലാസ്സാണ്. വളരെ ബേസ് എന്ന് പറയുമ്പോൾ നദികളെല്ലാം കൂടെ ഒറ്റ നോട്ടത്തിൽ അങ്ങ് പഠിക്കുകയാണ്. അതായത് ഒറ്റ നോട്ടത്തിൽ എന്താണ് ഇന്ത്യയിലെ നദികളെന്ന് പ്രധാനമായിട്ടും പറയും. നമ്മുടെ ഇന്ത്യയിലെ നദികളെ പ്രധാനമായിട്ടും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ഹിമാലയ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ നദികളെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം, ഹിമാലയൻ നദി എന്നും ഉപദ്വീപീയ നദി എന്നും രണ്ടായിട്ട് തിരിക്കും. ഓക്കെ, ഹിമാലയൻ നദികൾ. ഹിമാലയ നദികളും ഉപദ്വീപീയ നദികളും. ഇന്ത്യയിലെ നദികളെ രണ്ടായിട്ട് തിരിച്ചു, ഹിമാലയ നദികളെന്നും ഉപദ്വീപീയ നദികളും. ഈ രണ്ട് നദികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മഞ്ഞുരുകി, അതായത് ഗ്ലേസിയറിൽ നിന്നും ഉത്ഭവിക്കുന്നതെല്ലാം ഹിമാലയൻ നദികളാണ്, പർവ്വതങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്നതെല്ലാം ഉപദ്വീപീയ നദികളാണ്. പ്രധാനമായിട്ടുള്ള വ്യത്യാസം ഇത് തന്നെയാണ്. മഞ്ഞുരുകിയിട്ടുള്ളതെല്ലാം ഹിമാലയൻ നദികളും, എന്നാൽ പർവ്വതങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്നതെല്ലാം ഉപദ്വീപീയ നദികളും. അതായത് മൺസൂണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ മഴയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉപദ്വീപീയ നദികൾ എല്ലാം തന്നെ ഒഴുകുന്നത്. ഉപദ്വീപീയ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഈ തെക്ക് ഭാഗമുണ്ടല്ലോ, നമ്മുടെ ഈ ഭാഗത്ത് പശ്ചിമഘട്ടം വരുന്നുണ്ടോ, ഇപ്പുറത്തെ സൈഡ് പൂർവ്വഘട്ടം വരുന്നുണ്ടോ. ഈ ഉപദ്വീപീയ നദികൾ ഭൂരിഭാഗവും ഉത്ഭവിക്കുന്നത് പ്രധാനമായിട്ടും കിഴക്കോട്ടൊഴുകുന്നവ. ഗോദാവരി, കൃഷ്ണ, കാവേരി ഇതെല്ലാം പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഉത്ഭവിക്കുക. ഇതെല്ലാം നമ്മുടെ മൺസൂൺ മഴയെ ഡിപ്പെൻഡ് ചെയ്താണ് ഇതെല്ലാം ഒഴുകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഭാഗത്തിൻ്റെ വിന്ധ്യ, സത്പുര ഇങ്ങനെയുള്ള ഈ പർവ്വതങ്ങളിൽ നിന്നാണ് നർമ്മദ, താപ്തി ഇങ്ങനെ എല്ലാ നദികളും ഉത്ഭവിക്കുന്നത്. അതായത് പർവ്വതങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ ഇന്ത്യയുടെ ഭാഗമായി ഒഴുകുന്നതെല്ലാം ഉപദ്വീപീയ നദികളാണ്. എന്നാൽ ഹിമാലയൻ നദികളിൽ എന്ന് പറഞ്ഞാൽ ഹിമാലയ ഭാഗത്ത് നിന്നും, അതായത് ഗ്ലേസിയർ നിന്നും മഞ്ഞുരുകിയാണ് വരുന്നത്. അവ ഇതാണ്: ഒന്ന് സിന്ധു, അടുത്തത് ഗംഗ, അടുത്തത് ബ്രഹ്മപുത്ര. ഓക്കെ, ഏതൊക്കെയാണ് ഹിമാലയ നദികൾ? ഏതൊക്കെയായിരുന്നു? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഹിമാലയ നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. എന്നാൽ ഉപദ്വീപീയ നദികളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കുക. അത് കുറച്ച് നദികൾ ഒഴുകിയത് കിഴക്കോട്ടാണ്, എന്നാൽ മറ്റു ചില നദികളോ പടിഞ്ഞാറോട്ടാണ്. ഉപദ്വീപീയ ഇന്ത്യയുടെ ഭാഗമായിട്ട് തന്നെ കിഴക്കോട്ടും ഒഴുകുന്നുണ്ടോ, പടിഞ്ഞാറോട്ടും ഒഴുകുന്നുണ്ടോ. അതുകൊണ്ട് തന്നെ ഉപദ്വീപീയ നദികളെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തിരിക്കാം, വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആൻഡ് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്. ഇപ്പോൾ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് അതായത് പടിഞ്ഞാറോട്ടൊഴുകുന്നവ എന്നും ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് കിഴക്കോട്ടൊഴുകുന്നവ എന്നും നമുക്ക് ഉപദ്വീപീയ നദികളെ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നു. അതിൽ പടിഞ്ഞാറോട്ടൊഴുകുന്നവ ചോദിച്ചു കഴിഞ്ഞാൽ നർമ്മദ, താപ്തി, മാഹി, സബർമതി. ഏതൊക്കെയാണ്? നർമ്മദ, താപ്തി, മാഹി, സബർമതി. നർമ്മദ, താപ്തി, മാഹി, സബർമതി. ഏതൊക്കെയാണ്? നർമ്മദ, താപ്തി, മാഹി, സബർമതി. എന്നാൽ കിഴക്കോട്ടൊഴുകുന്നവ ചോദിച്ചാൽ ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. ഇവിടെ പലപ്പോഴും കിഴക്ക്, പടിഞ്ഞാറ് എന്ന വാക്കിന് പകരം അറബിക്കടലിൽ പതിക്കുന്നവ, ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നവ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അറബിക്കടലിൽ പതിക്കുന്നവ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നവ എന്നാലോ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് ഉദ്ദേശിക്കുന്നത്. ഈ കിഴക്ക്, പടിഞ്ഞാറ് എന്നതിന് പകരം മറ്റു ചില വാക്കുകളും ചോദിക്കാറുണ്ട്. പശ്ചിമം, പൂർവം. ഏതാണ് പശ്ചിമം? പശ്ചിമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭാഗം പശ്ചിമഘട്ടമാണല്ലോ, അറിയാലോ. നമ്മുടെ ഉപദ്വീപീയ ഇന്ത്യയുടെ ഈ ഭാഗം പശ്ചിമഘട്ടമാണ്. അങ്ങനെയാണെങ്കിൽ പശ്ചിമഘട്ടം നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? വെസ്റ്റേൺ ഗട്ട്സ്. പശ്ചിമഘട്ടം വെസ്റ്റേൺ ഗട്ട്സ്. അതായത് വെസ്റ്റ്, പടിഞ്ഞാറാണ് പശ്ചിമം. ഇത് മാറിപ്പോരുത്. പലപ്പോഴും നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒന്നാണ്. ഇന്ത്യയുടെ ഈ സൈഡാണ് പശ്ചിമം. പശ്ചിമഘട്ടം മീൻസ് വെസ്റ്റേൺ ഗട്ട്സ്.
ഓക്കെ, അപ്പോൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ നർമ്മദ, താപ്തി, മാഹി, സബർമതി. ഓക്കെ, അപ്പോൾ കിഴക്കോട്ടാണെങ്കിൽ ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. ഈ പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗത്ത് നിന്നായിരിക്കും ഭൂരിഭാഗം കിഴക്കോട്ടൊഴുകുന്ന നദികളും ഉത്ഭവിക്കുന്നത്. എന്നാൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നദികളായ നർമ്മദ, താപ്തി എല്ലാം വിന്ധ്യാസപുരം മധ്യപ്രദേശിൻ്റെ ഭാഗത്തു നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്ത് തന്നെയല്ല, നമുക്കപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇതിനകത്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കിനി അതിലോട്ട് പോവാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് തെറ്റിപ്പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നീളം കൂടി, ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നീളം കൂടിയ നദി ഏതാണ്? അതുപോലെ തന്നെ ഹിമാലയൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നീളം കൂടിയത്, ഹിമാലയൻ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നീളം കൂടിയത്, ഏറ്റവും നീളം കൂടിയ ഹിമാലയൻ നദി, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത്, ഇങ്ങനെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്കതെല്ലാം എന്താണെന്നുള്ളത് വിശദമായിട്ട് തന്നെ പഠിക്കാം. കാരണം എപ്പോഴും നമുക്ക് തെറ്റാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണത്. അപ്പോൾ നമ്മൾ പഠിച്ചതനുസരിച്ചിട്ട് നമ്മുടെ ഹിമാലയൻ നദിയുണ്ട്, ഉപദ്വീപീയ നദിയുണ്ട്. ഹിമാലയൻ നദികൾ എത്ര എണ്ണം ഉണ്ടായിരുന്നോ? 3 എണ്ണം, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഓക്കെ ആണല്ലോ. അപ്പോൾ ഉപദ്വീപീയ നദികൾ നോക്കിക്കഴിഞ്ഞാലോ അതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. കിഴക്കോട്ടൊഴുകുന്നവയെന്നും പടിഞ്ഞാറോട്ടൊഴുകുന്നവയെന്നും. കിഴക്കോട്ടൊഴുകുന്നവയെന്നും പടിഞ്ഞാറോട്ടൊഴുകുന്നവയെന്നും പ്രധാനമായിട്ട് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മുടെ ഹിമാലയൻ നദികൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരുന്നു? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. പിന്നെ ഒരു ചോദ്യം, ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിൽ ലൂണിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു, ഇല്ലേ? ലൂണിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. സാധാരണ ലൂണി ഒഴുകുന്നത് പടിഞ്ഞാറോട്ടാണ്. പക്ഷെ ഞാൻ എന്തുകൊണ്ട് ഉപദ്വീപീയ നദികളിൽ ലൂണിയെ പടിഞ്ഞാറോട്ട് പറഞ്ഞില്ല? എന്നാൽ ഹിമാലയൻ നദിയും ഉപദ്വീപീയ നദിയും അല്ലാത്തതാണ് ഏത്? ലൂണി. ലൂണി ഹിമാലയൻ നദിയുമല്ല, ഉപദ്വീപീയ നദിയുമല്ല. അത് അവസാനം ഞാൻ വിശദമായിട്ട് പറയാം. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ഹിമാലയൻ നദികൾ നോക്കാം. ഹിമാലയൻ നദികൾ ഈ ഭാഗത്താണ് ടിബറ്റ് വരിക. രാജ്യം ചൈന എന്ന രാജ്യത്തിൻ്റെ ഈ ഭാഗത്താണ് ടിബറ്റ് എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശം. ഈ ഭാഗത്ത് ഒരു വലിയ പർവ്വതമുണ്ട്, കൈലാസ പർവ്വതം. അതിൻ്റെ താഴ്വരയിൽ ഒരു തടാകമുണ്ട്, മാനസ സരോവർ തടാകം. ഈ മാനസ സരോവർ തടാകത്തിൽ ഈ ഗ്ലേസിയർ എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന മഞ്ഞുപാളി എന്നാണ് മീനിങ് വരിക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഈ കാർട്ടൂൺ കാണുമ്പോഴത്തേക്കും ഈ ഐസ് പാളികൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് ഓർമ്മയുണ്ടാവുമല്ലോ. ഈ ധ്രുവക്കരടി, പെൻഗ്വിനൊക്കെ കയറിയിരിക്കുന്ന ഈ ഐസ് പാളികൾ, നമ്മുടെ ടൈറ്റാനിക് ചെന്നിടിച്ചതുപോലെയുള്ള വലിയൊരു മഞ്ഞുപാളി. അതുപോലത്തെ ഒരു പാളിയുണ്ട്, ബോഗാർച്ചു ഗ്ലേസിയർ. നമ്മൾ ടോപ്പിക്കായിട്ട് വിശദമായിട്ട് പഠിക്കും, ഒരു ജസ്റ്റ് അവലോകനം മാത്രമാണ് പറയുന്നത്. അതുകൊണ്ടാണ് ജസ്റ്റ് നോക്കുക, ബോഗാർച്ചു ഗ്ലേസിയർ. ഇനി തൊട്ടപ്പുറത്ത് മറ്റൊന്നുണ്ട്, ചേമ ഇൻതു ഗ്ലേസിയർ. ഈ 2 ഗ്ലേസിയറുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ പേരുകളൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നീട് പഠിക്കാം. ഇപ്പോൾ തൽക്കാലം ഓർമ്മിക്കേണ്ടതാ, ഈ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബോഗാർച്ചു ഗ്ലേസിയറിൽ നിന്നും ബോഗാർച്ചു ഗ്ലേസിയറിൽ നിന്ന് ഉത്ഭവിക്കുന്ന നേരെ പടിഞ്ഞാറോട്ടൊഴുകി. അടുത്ത ചേമ ഇൻതു ഗ്ലേസിയറിൽ നിന്ന് ഉത്ഭവിക്കുന്നത് കിഴക്കോട്ടൊഴുകുന്നു. ഇങ്ങനെ 2 നദികളുണ്ട്. ഇതാണ് സിന്ധുവും ബ്രഹ്മപുത്രയും. ഇതിൽ സിന്ധു ആണെങ്കിൽ സിന്ധുവിൻ്റെതായിട്ടുള്ള പ്രത്യേകത ഇതാണ്, ഇത് ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിലെ ബോഗാർച്ചു ഗ്ലേസിയറിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് നേരെ ഇന്ത്യ, അതുവഴി പാകിസ്ഥാൻ കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം അറബിക്കടലിൽ പതിക്കുന്നതാണ് സിന്ധു. എന്നാൽ ബ്രഹ്മപുത്രയാകട്ടെ ഇതേ ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിലെ ചേമ ഇൻതു ഗ്ലേസിയറിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് അരുണാചൽ പ്രദേശ് വഴി ഇന്ത്യയിലേക്ക് വന്നിട്ട് നേരെ ആസാമും പിന്നിട്ട് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യവും പിന്നിട്ട് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നതാണ് ഇത് ബ്രഹ്മപുത്ര. അടുത്തത് ഗംഗയാണെങ്കിലോ ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലെ ഗായ്മുഖിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് 5 സംസ്ഥാനങ്ങൾ പിന്നിട്ട് ബംഗ്ലാദേശ് എന്ന രാജ്യവും പിന്നിട്ട് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നതാണ് ഇത് ഗംഗ. ഇത് 3 എണ്ണമാണ് ഹിമാലയൻ നദികൾ, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇതിൽ ആദ്യത്തേത് നോക്കാം, സിന്ധു. ഈ സിന്ധുവിൻ്റെ സ്ഥാനം നോക്കിയാൽ അറിയാം, ഇത് ഒഴുകുന്നത് പടിഞ്ഞാറോട്ടാണ് ഒഴുകുക. ഏത് കടലിലായിരിക്കും പതിക്കുന്നത്? അറബിക്കടലാണ്. അപ്പോൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഹിമാലയൻ നദിയാണ് ഏത്? സിന്ധു. അറബിക്കടലിൽ പതിക്കുന്ന ഹിമാലയൻ നദിയാണ് ഏത്? സിന്ധു. എന്നാൽ കിഴക്കോട്ടൊഴുകുന്ന ഹിമാലയൻ നദികളാണ് ഏതൊക്കെ? ഗംഗയും ബ്രഹ്മപുത്രയും. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികളാണ് ഏതൊക്കെ? ഗംഗയും ബ്രഹ്മപുത്രയും. അതായത് പൂർവ്വദിക്കിലേക്ക് ഒഴുകുന്നതാണ് ഗംഗയും ബ്രഹ്മപുത്രയും. കുറച്ചു മുന്നേ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പശ്ചിമഘട്ടം, ഇംഗ്ലീഷിൽ വെസ്റ്റേൺ ഘട്ട്സ്. പശ്ചിമം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ്, പശ്ചിമം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ്. പൂർവം എന്ന് പറഞ്ഞാൽ കിഴക്ക്. അവിടെ നിന്നാണ് നമുക്ക് പശ്ചിമം പൂർവം എന്ന വാക്ക് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. പശ്ചിമം എന്നാൽ പടിഞ്ഞാറ്, പൂർവം എന്ന് പറഞ്ഞാൽ കിഴക്ക്. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ എന്ന കോൺസെപ്റ്റ് തന്നെയാണ് പൂർവ്വ ദിക്കിലേക്ക് ഒഴുകുന്ന നദികൾ അല്ലെങ്കിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ അല്ല എങ്കിൽ
പശ്ചിമ ദിക്കിലേക്ക് ഒഴുകുന്ന നദികളെന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അതായത് അറബിക്കടലിലേക്ക്, ക്ലിയർ ആണല്ലോ, അറബിക്കടലിലേക്ക് പതിക്കുന്നത് അല്ലെങ്കിൽ പശ്ചിമ ദിക്കിലേക്ക് ഒഴുകുന്നത്, പടിഞ്ഞാറേക്ക് ഒഴുകുന്നത് എന്ന് പറയുന്നതും, ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുന്നത് അല്ലെങ്കിൽ കിഴക്കോട്ടൊഴുകുന്നത്, പൂർവ്വ ദിക്കിലേക്ക് ഒഴുകുന്നത് എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്ലാസ്സിൽ ചിലപ്പോൾ ഞാൻ അറബിക്കടലിൽ പതിക്കുന്നവ എന്ന് മാത്രമായിരിക്കും പരാമർശിക്കുന്നത്. പക്ഷേ മനസ്സിലാക്കിയിരിക്കുക, അത് അറബിക്കടൽ എന്ന് പറഞ്ഞാൽ പശ്ചിമമാണ്, അതായത് പടിഞ്ഞാറാണ്. ബംഗാൾ ഉൾക്കടൽ എന്ന് മാത്രമായിരിക്കും ഞാൻ ചിലപ്പോൾ പരാമർശിക്കുന്നത് എങ്കിൽ അത് കിഴക്കോട്ടാണ് അല്ലെങ്കിൽ പൂർവ്വ ദിക്കിലേക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും നീളം കൂടിയ ഹിമാലയ നദി ഏതാണ്? സിന്ധു. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത് ഏറ്റവും നീളം കൂടിയത് ഏതായിരിക്കും? ബ്രഹ്മപുത്ര. അപ്പോൾ ഇതിൻ്റെ നീളവും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കാം. നമുക്ക് സിന്ധുവിൻ്റെ നീളം പ്രധാനമായിട്ടും 2880 അല്ലെങ്കിൽ 3200 ഓക്കെ ആണല്ലോ. ഗംഗയുടേതാണെങ്കിലോ 25 2525 കിലോമീറ്ററാണ് ഗംഗയുടെ നീളം. ബ്രഹ്മപുത്രയുടേതാണെങ്കിലോ 2900 കിലോമീറ്റർ. 2900 കിലോമീറ്ററാണ് ഏതാ? ബ്രഹ്മപുത്രയുടെ നീളം. ക്ലിയർ ആണല്ലോ. 2880 കിലോമീറ്റർ സിന്ധു, 2525 കിലോമീറ്റർ ഗംഗ, എന്നാൽ 2900 കിലോമീറ്ററാണ് ബ്രഹ്മപുത്രയുടേതായിട്ടുള്ള നീളം. അങ്ങനെയെങ്കിൽ കിഴക്കോട്ടൊഴുകുന്ന രണ്ടെണ്ണം ഏതൊക്കെയാണ്? ഗംഗയും ബ്രഹ്മപുത്രയും. അപ്പോൾ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ഏറ്റവും നീളം കൂടി ചോദിച്ചാൽ തീർച്ചയായിട്ടും ബ്രഹ്മപുത്ര. ക്ലിയർ ആണല്ലോ. അറബിക്കടലിൽ പതിക്കുന്ന നീളം കൂടി ഹിമാലയ നദി സിന്ധു, ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നീളം കൂടിയത് ബ്രഹ്മപുത്ര. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന രണ്ട് നദികളുണ്ട്, ബ്രഹ്മപുത്രയും ഗംഗയും. ഇതിൽ ഹിമാലയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ചോദിച്ചാൽ, അതായത് ഈ മൂന്ന് നദികളിലും ഏറ്റവും നീളം കൂടിയത് ചോദിച്ചാൽ ഏതായിരിക്കും? പൊതുവെ സിന്ധു എന്ന് മനസ്സിൽ ഉത്തരം വരും. പക്ഷേ ഈ അളവുകൾ കണ്ടാൽ ഒരു സംശയം തോന്നും, സിന്ധു ആണോ ബ്രഹ്മപുത്രയാണോ? കാരണം സിന്ധുവിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 2880 ബ്രഹ്മപുത്രയാണെങ്കിലോ 2900 കിലോമീറ്റർ ആണ്. പക്ഷേ PSCയുടെ ഉത്തരപ്രകാരം അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് ഏറ്റവും നീളം കൂടിയ ഹിമാലയ നദി ഏതാണ്? സിന്ധു. ഏറ്റവും നീളം കൂടിയ ഹിമാലയ നദി സിന്ധു. അതിൻ്റെ കാരണവും ഇവിടെ തന്നെ ഉണ്ടാവും. സിന്ധുവിൻ്റെ നീളം 2900-നേക്കാളും കുറവാണ്, അതായത് 2880. പക്ഷേ ഈ ബ്രാക്കറ്റിൽ കാണുന്ന അളവോടെ ശ്രദ്ധിക്കുക, 3200 അല്ല എങ്കിൽ 3180 നമ്മുടെ പഴയ അളവുകൾ. അപ്പോൾ നമുക്ക് അളവുകളിലൊക്കെ, നദികളുടെ അളവുകളിലൊക്കെ ഒരുപാട് അപ്ഡേഷൻസ് വരാറുണ്ട്. അപ്പോൾ പഴയ അളവുകൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ 3180 അല്ലെങ്കിൽ 3200 നാം പഠിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള അളവ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നീളം കൂടിയ ഹിമാലയ നദി ഏതാണ്? സിന്ധു. ഏറ്റവും നീളം കൂടിയ ഹിമാലയ നദി സിന്ധു. പക്ഷേ അപ്ഡേറ്റ് ചെയ്ത് വന്നപ്പോൾ ഇപ്പോൾ കൂടുതലും കാണുന്ന നമ്പേഴ്സ് അല്ലെങ്കിൽ കിലോമീറ്റേഴ്സ് ഇതാണ്. എന്നാലും നമുക്ക് ഏറ്റവും നീളം കൂടിയ ഹിമാലയ നദി ഏത് തന്നെയാണ്? സിന്ധു. ഇത് കാണുമ്പോൾ ബ്രഹ്മപുത്രയാണെന്ന് കരുതും, പക്ഷേ ഏറ്റവും നീളം കൂടിയ ഹിമാലയ നദി ഏതാണ്? സിന്ധു. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത്, ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഇന്ത്യയിലൂടെ ഒഴുകുന്നത് ചോദിച്ചാൽ ഗംഗ. ഇന്ത്യയിലൂടെ ഒഴുകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഗ. കാരണം ഇതാണ്, സിന്ധു ഒഴുകുന്നത് നമ്മുടെ ജമ്മുവിൻ്റെ ഭാഗത്തൂടെ, അതായത് ജമ്മു കാശ്മീർ എന്ന് പറയുമ്പോൾ ലഡാക്ക്, ജമ്മു രണ്ട് കേന്ദ്രഭരണ പ്രദേശം. അതിൽ ഏറ്റവും കൂടുതൽ ലഡാക്കാണ് കേട്ടോ. ജമ്മു ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്നേ ഉള്ളൂ. എന്തായാലും ഈ ലഡാക്കിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഒഴുകുന്നത്. വെറും 709 കിലോമീറ്റർ മാത്രമാണ് ഇന്ത്യയിലൂടെ ഒഴുകിയത്, ഒരു ചെറിയ പ്രദേശത്തൂടെ മാത്രം. ബ്രഹ്മപുത്ര ഒഴുകുന്നത് 2 സംസ്ഥാനത്തിലൂടെ മാത്രമേ ഒഴുകുന്നുള്ളൂ, അരുണാചൽ പ്രദേശും ആസാമും. അവിടെയാണെങ്കിൽ 916 കിലോമീറ്ററാണ് ഈ ബ്രഹ്മപുത്ര ഇന്ത്യയിലൂടെ ഒഴുകിയത്. പക്ഷേ ഗംഗയാണെങ്കിലോ 5 സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി. എല്ലാം അത്യാവശ്യം വലിയ സംസ്ഥാനങ്ങളാണ്. അങ്ങനെ 5 സംസ്ഥാനങ്ങളിലൂടെയും ഒഴുകിയത് കൊണ്ട്, പ്രധാനപ്പെട്ട ഏരിയ മുഴുവൻ കവർ ചെയ്തത് കൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗംഗ. നമ്മുടെ ദേശീയ നദിയും ഏതാണ്? ഗംഗ. അപ്പോൾ ഹിമാലയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയത് സിന്ധു. ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗംഗ. വ്യത്യാസം ക്ലിയർ ആണല്ലോ. ഹിമാലയൻ നദികൾ 3 സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. പടിഞ്ഞാറോട്ടൊഴുകുന്ന നീളം കൂടിയത് സിന്ധു, കിഴക്കോട്ടൊഴുകുന്ന നീളം കൂടിയത് ബ്രഹ്മപുത്ര. ഈ പടിഞ്ഞാറ്, കിഴക്ക്, അതിൽ അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ, പശ്ചിമം, പൂർവ്വം പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തത് ഏറ്റവും നീളം കൂടിയ ഹിമാലയ നദി സിന്ധു, ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയത് ഗംഗ. ഇനി അടുത്തത് ഉപദ്വീപീയ നദികളിലേക്ക് പോകാം. ഉപദ്വീപീയ നദികളിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ കിഴക്കോട്ടൊഴുകുന്നതാണ് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. അതായത് പോഷക നദികൾ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ പോഷക നദികളൊക്കെ ചോദിക്കാറുള്ളത് ഗോദാവരിയുടെയും കൃഷ്ണയുടെയൊക്കെ പോഷകത്തിലാണ് ഏറ്റവും അധികം ചോദിക്കാറുള്ളത്. ഇനി നമ്മുടെ ഉപദ്വീപീയ നദികളുടെ പ്രത്യേകത,
തുടക്കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പർവ്വതങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്നവയാണ് ഉപദ്വീപീയ നദികൾ. ഇത് ഉത്ഭവിക്കുന്നത് കൂടുതലും മൺസൂണിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഒഴുകുന്നത്. മഴ പെയ്യുമ്പോഴത്തേക്കും ജലം സംഭരിക്കുന്നു, പിന്നീട് അതിൽ നിന്നുള്ള ജലാശയങ്ങൾ, അതായത് ചെറിയ നീരുറവകളായിട്ട് നദിയായിട്ട് രൂപപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗത്തുനിന്ന് ഗോദാവരി വരുന്നുണ്ട്. ഈ ഗോദാവരി ആണെങ്കിൽ മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബക കുന്നുകളുടെ ഭാഗത്തുനിന്ന് ഗോദാവരി ഉത്ഭവിക്കുന്നുണ്ട്. തൊട്ടു താഴെയായിട്ട് കാണപ്പെടുന്നതാണ് കൃഷ്ണ നദി. ഈ കൃഷ്ണയും ആ ഭാഗത്ത് തന്നെയാണ്, മഹാരാഷ്ട്രയുടെ സൈഡിൽ തന്നെയാണ് മഹാബലേശ്വർ എന്നിട്ട് കൃഷ്ണ ഉത്ഭവിക്കുന്നുണ്ട്. അടുത്തതാണ് കാവേരി. ഇത് കർണാടകയിലെ തലക്കാവേരിയിൽ നിന്നും ഉത്ഭവിക്കുന്ന, ബ്രഹ്മഗിരി കുന്നുകളിലെ തലക്കാവേരിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് കാവേരി. ഓക്കെ ആണല്ലോ. അപ്പോൾ 3 പഠിച്ചു: ഗോദാവരി, കൃഷ്ണ, കാവേരി. ഗോദാവരി, കൃഷ്ണ, കാവേരി. ഈ 3 നദികൾ മാത്രമല്ല, ഇനി ഒന്നുകൂടെ ഉണ്ട്. ഈ ഭാഗത്തൊരു പർവ്വത നിരയുണ്ട്, ഈ ഭാഗത്തുള്ളത് വിന്ധ്യ, ഈ ഭാഗത്ത് സത്പുര. ഇത് രണ്ടും ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിൻ്റെയും ഛത്തീസ്ഗഡിൻ്റെ ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. മധ്യപ്രദേശിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഛത്തീസ്ഗഡിലോട്ട് നീണ്ടു നിവർന്ന് കിടക്കുന്നതാണ് വിന്ധ്യ, സത്പുര. അങ്ങനെയാണെങ്കിൽ ഈ വിന്ധ്യ, സത്പുര രണ്ടും ഒന്നിക്കുന്നത് മൈക്കല മലനിരകളുടെ ഭാഗത്താണ്. ഓക്കെ, അത് എന്താണെന്ന് പറയാം. ആദ്യം ഒരു പർവ്വതനിര വിന്ധ്യ, അടുത്തൊന്ന് സത്പുര. ഇത് രണ്ടിൻ്റെ ഹൈറ്റ് കുറഞ്ഞു പോയിട്ട് ഇത് പിന്നെ മലനിരകൾ എന്ന പേരിലായിരിക്കും അങ്ങോട്ട് അറിയപ്പെടുക. പർവ്വതങ്ങൾ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് കൂടിയതാണ്, മലനിരകൾ, കുന്നുകൾ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് കുറഞ്ഞതാണ്. വിന്ധ്യാസത്പുര പർവ്വതം എന്നാണ് പറയുക. അതായത് വിന്ധ്യാസത്പുര എന്ന് പറയുന്ന മധ്യപ്രദേശിൻ്റെ ഭാഗത്ത് നല്ല ഉയരമുള്ളതാണുള്ളത്, പർവ്വതമായിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ പതിയെ അതിൻ്റെ ഹൈറ്റ് കുറയുന്നുണ്ട്. ഹൈറ്റ് കുറഞ്ഞതിന് ശേഷം അത് കിഴക്കോട്ട് പോകുമ്പോൾ അതായത് ഛത്തീസ്ഗഡിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്കും അത് ഹൈറ്റ് കുറഞ്ഞിട്ട് മലനിരകളായിട്ട് മാറുന്നു, അല്ലെങ്കിൽ കുന്നുകളായിട്ട് മാറുന്നു. അതിനെ നാം മൈക്കല മലനിരകൾ എന്നാണ് അറിയപ്പെടുക. അപ്പോൾ വിന്ധ്യയും സത്പുരയും ഒന്നിപ്പിക്കുന്നത് ചോദിച്ചാൽ ഏതാണ്? മൈക്കല മലനിരകൾ. വിന്ധ്യയും സത്പുരയും ഒന്നിപ്പിക്കുന്നത് ചോദിച്ചാൽ മൈക്കല മലനിരകൾ. ഈ മൈക്കല മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ്, ഛത്തീസ്ഗഡിന്റെ ഭാഗത്തെ മൈക്കല മലനിരകളിൽ ഉത്ഭവിക്കുന്നതാണ് മഹാനദി. ഓക്കെ ആണല്ലോ. അപ്പോൾ 4 പഠിച്ചു: കിഴക്കോട്ട് ഒഴുകുന്നവ, അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുന്നവ. ഏതൊക്കെയായിരുന്നു? ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് പടിഞ്ഞാറോട്ട് ഒഴുകുന്നവ. അതിനു മുന്നേ 1-2 ചോദ്യം. ഈ കിഴക്കോട്ടൊഴുകുന്നവയിൽ ഏറ്റവും നീളം കൂടിയത് ഏതായിരിക്കും? കിഴക്കോട്ടൊഴുകുന്നതിൽ ഏറ്റവും നീളം കൂടിയത് നോക്കാം. നമ്മുടെ ഗോദാവരിയുടെ നീളമാണെങ്കിൽ 1465 കിലോമീറ്റർ. കൃഷ്ണയാണെങ്കിലോ 1400, കാവേരി 800. മഹാനദിയാണെങ്കിൽ ഏറ്റവും മുകളിൽ കിടക്കുന്നു. മഹാനദിയുടെ അളവ് പഠിക്കാൻ, നീളം പഠിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ PSC പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഒരു വർഷമുണ്ട്. സ്വാതന്ത്ര്യദിനമല്ല, അല്ലാതെ നമ്മൾ പഠിക്കുന്ന ഒരു വർഷമുണ്ട്. 1ാം സ്വാതന്ത്ര്യം 1857. 857 കിലോമീറ്ററാണ് മഹാനദിയുടേതായിട്ടുള്ള നീളം. 857. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഗോദാവരിയുടെ നീളം 1465, കൃഷ്ണയാണെങ്കിലോ 1400, കാവേരി 800, മഹാനദി 857. അപ്പോൾ ഈ അളവ് വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം, ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതെന്ന് ചോദിച്ചാൽ അത് ഗോദാവരി. ക്ലിയർ ആണല്ലോ. രണ്ടാമത്തത് ചോദിച്ചാലോ കൃഷ്ണ. ഇവിടെ മാറിപ്പോരുത്, ഉപദ്വീപീയ നദിയുണ്ട്, ഹിമാലയൻ നദിയുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നീളം കൂടിയ ഹിമാലയ നദിയാണ് ചോദിക്കുന്നതെങ്കിൽ അതേതാണ്? ബ്രഹ്മപുത്ര. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ഏറ്റവും നീളം കൂടിയ ഹിമാലയ നദിയാണെങ്കിലോ ബ്രഹ്മപുത്ര. ഉപദ്വീപീയ നദിയാണെങ്കിലോ അത് ഗോദാവരി. ബംഗാൾ ഉൾക്കടൽ പതിക്കുന്ന നീളം കൂടിയത് ഗോദാവരി. 2ാം സ്ഥാനം ആർക്കായിരിക്കും? കൃഷ്ണ. 2ാം സ്ഥാനം കൃഷ്ണ. മറ്റു നദികൾ കാവേരിയുമുണ്ട്, മഹാനദിയുമുണ്ട്. ഇനി അടുത്ത് പടിഞ്ഞാറോട്ട് ഒഴുകുന്നവ നോക്കാം. പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയിൽ ഈ വിന്ധ്യാസത്പുര ഉണ്ടല്ലോ, വിന്ധ്യാസത്പുര കുറച്ചു മുന്നേ വരച്ചതാണ് വിന്ധ്യാപർവ്വതം. തൊട്ട് താഴെയായിട്ട് സത്പുര പർവ്വതം, പിന്നെ മൈക്കല മലനിരകളായിട്ട് പോകുന്നു. ഈ വിന്ധ്യാപർവ്വതത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു നദി ഉത്ഭവിക്കുന്നുണ്ട്. ഇത് പടിഞ്ഞാറോട്ടാണ് ഒഴുകുക. ഓക്കെ, ഈ നദിയുടെ പേരാണ് നർമ്മദ. ഈ നദി നർമ്മദ. ഇതാണെങ്കിൽ അമർഖാണ്ഡ കുന്നുകൾ, മധ്യപ്രദേശിന്റെ ഭാഗത്താണ്. മൈക്കല മലനിരകളിൽ അല്ലെങ്കിൽ അമർഖാണ്ഡ കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ചിട്ടോ നേരെ ഗൾഫ് ഓഫ് കാംബാത്ത് എന്ന് പറയുന്ന ഭാഗത്ത്, അതായത് അറബിക്കടലിന്റെ ഭാഗത്ത് ചെന്ന് പതിക്കുന്നതാണ് നർമ്മദ. ഓക്കെ ആണല്ലോ. ഈ നർമ്മദ ഈ വിന്ധ്യാപർവ്വതത്തിന്റെ ഭാഗത്ത് അമർഖാണ്ഡ കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുക. വിന്ധ്യാപർവ്വതത്തിന്റെ ഭാഗത്ത് അമർഖാണ്ഡ എന്ന് പറയുന്ന കുന്നുകളുടെ ഭാഗത്ത് നിന്ന് ഉത്ഭവിക്കുന്നു. അത് മധ്യപ്രദേശിലാണ്. ഓക്കെ, ഈ ഇടയ്ക്ക് ഒരു എക്സാമിന് അത് ഉത്തരമായിട്ടല്ല, ഓപ്ഷനിൽ മധ്യപ്രദേശ് ഇല്ലായിരുന്നു, ഛത്തീസ്ഗഡ് ആയിട്ടാണ് വന്നത്.
കാരണം സ്കൂൾ ടെക്സ്റ്റിനകത്ത് നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെതായിട്ടുള്ള സ്കൂൾ ടെക്സ്റ്റിനകത്ത് SCERT സ്കൂൾ ടെക്സ്റ്റിനകത്താണെങ്കിൽ നർമ്മദയുടെ ഉത്ഭവസ്ഥാനം ഛത്തീസ്ഗഡ് ആണെന്ന് ഒരു ചെറിയ മിസ്റ്റേക്ക് സ്കൂൾ ടെക്സ്റ്റിനകത്ത് ഉണ്ടായിരുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. SCERT ഫാക്ട്സ് ഒക്കെ നമ്മൾ സ്കൂൾ ടെക്സ്റ്റ് വായിക്കുകയാണെങ്കിൽ നർമ്മദയുടെ ഉത്ഭവസ്ഥാനം അതിൽ ഛത്തീസ്ഗഡ് എന്ന് കാണുന്നുണ്ട്, തെറ്റാണ്. എന്നാൽ അത് മധ്യപ്രദേശാണ്. അപ്പോൾ ഇത് മധ്യപ്രദേശിലാണ് നമ്മുടെ വിന്ധ്യ സത്പുര വരുന്നത്. കിഴക്കോട്ട് പോകുമ്പോൾ മൈക്കല മലനിരകൾ എന്ന് പറയുന്നത് അത് ഛത്തീസ്ഗഡിലാണ്. ഈ ഭാഗം മധ്യപ്രദേശാണ്, ഇതിനപ്പുറത്ത് ഛത്തീസ്ഗഡാണ്. ഈ മധ്യപ്രദേശിന്റെ ഭാഗത്തുള്ള മൈക്കല മലനിരകളിൽ നിന്ന് അല്ലെങ്കിൽ വിന്ധ്യ സത്പുരയുടെ ഭാഗത്തുള്ള അമർകാണ്ടക് കുന്നുകൾ, അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. 2 രീതിയിൽ ചോദിക്കാം ഉത്ഭവസ്ഥാനം. ഒന്ന് അമർകാണ്ടക് കുന്നുകൾ അല്ലെങ്കിൽ മൈക്കല മലനിരകൾ. അപ്പോൾ 2 നമ്മൾ വ്യത്യാസം മനസ്സിലായല്ലോ. ഈ കാണുന്ന വിന്ധ്യ സത്പുര എന്ന് പറയുന്ന പർവ്വതം ഒരു പർവ്വത നിരയാണ്, ഒരുപാട് പർവ്വതങ്ങളുള്ള ഒരു നിരയാണ്. അത് ഹൈറ്റ് കുറഞ്ഞ് അങ്ങെത്തുമ്പോഴത്തേക്കും അതിനെ മലനിരകൾ എന്ന് പറയുന്നു. അതിനിടയിലുള്ള ഒരു പർവ്വതമാണ് അമർകാണ്ടക് കുന്നുകൾ. അതുകൊണ്ട് കറക്റ്റ് പർട്ടിക്കുലർ ആ കുന്നിൻ്റെ പേര് അമർകാണ്ടക് കുന്നുകൾ അല്ലെങ്കിൽ മൈക്കല മലനിരകളുടെ ഭാഗമായിട്ടുള്ള ഈ അമർകാണ്ടക് കുന്നുകളിൽ നിന്നാണ് ഏതുത്ഭവിച്ചത്? നർമ്മദ. ഇതിൻ്റെ നീളം 1312 കിലോമീറ്ററാണ് നർമ്മദയുടെ നീളം. ഓക്കെ, 1312 കിലോമീറ്ററാണ് നർമ്മദ. ഇനി അടുത്തത് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന മറ്റൊരു നദിയുണ്ട്, താപ്തി. താപ്തിയുടെ ഉത്ഭവസ്ഥാനം എന്ന് വെച്ചാൽ മുൾട്ടായ് കുന്നുകൾ. മുൾട്ടായ് അല്ലെങ്കിൽ മുൾത്തായ് എന്നൊക്കെ കാണുന്നത് സെയിം തന്നെയാണ്. മുൾത്തായ് അല്ലെങ്കിൽ മുൾട്ടായ് എന്നൊക്കെ കാണുന്നത് താപ്തി. അതാണെങ്കിൽ ഈ സത്പുരയുടെ ഭാഗത്താണ്. ആദ്യം കണ്ട നർമ്മദ എന്ന് പറയുന്നത് വിന്ധ്യയുടെ ഭാഗത്ത്, ഇതാണെങ്കിൽ സത്പുരയുടെ ഭാഗത്ത്. ഈ സത്പുരയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ താപ്തിയും നേരെ ഒഴുകുന്നത് പടിഞ്ഞാറോട്ടാണ്, അറബിക്കടലിലാണ്, അല്ലെങ്കിൽ പശ്ചിമ ദിക്കിലേക്കാണ് ഇത് ഒഴുകുന്നത്. ഇത് ഏറ്റവും അവസാനം എവിടെ എത്തുന്നു? 724 കിലോമീറ്റർ നീളമുണ്ട് താപ്തിക്ക്, അതായത് 2ാം സ്ഥാനം. പടിഞ്ഞാറോട്ടൊഴുകുന്നതിൽ 1ാം സ്ഥാനം നർമ്മദ. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്നതിൽ 1ാം സ്ഥാനം നർമ്മദ, 2ാം സ്ഥാനം മാർഗമായിരിക്കും താപ്തി. ക്ലിയർ ആണല്ലോ. അപ്പോൾ പടിഞ്ഞാറോട്ടൊഴുകുന്നതിൽ 1ാം സ്ഥാനം നർമ്മദയ്ക്കും 2ാം സ്ഥാനമാർഗമാണ് താപ്തിക്കുമാണ്. അപ്പോൾ ഈ 1ാം സ്ഥാനത്തുള്ള നർമ്മദ ഇതാ വരുന്നുണ്ട്, തൊട്ട് താഴെയായിട്ട് താപ്തിയും വരുന്നുണ്ട്. അപ്പോൾ ഈ 2 നദികളാണ് പടിഞ്ഞാറോട്ടൊഴുകുന്നതിൽ ഏറ്റവും കൂടുതൽ PSC ചോദിക്കാറുള്ളത്. പക്ഷേ ഇതല്ലാതെ വേണ്ടുമുണ്ട്, മാഹിയുണ്ട്, സബർമതിയുണ്ട്. ഈ 2 നദികൾ നമുക്ക് വലിയ പരിചയമില്ലാത്ത നദികളാണ്. റാങ്ക് ഫയലുകളിലോ അല്ലെങ്കിൽ നമുക്ക് PSCക്കും വളരെ റെയറായിട്ട് ചെറുതായിട്ട് മാത്രം സൂചിപ്പിച്ചു പോകുന്ന കാര്യങ്ങളാണ് മാഹി, സബർമതി. ഇതിലാകെ നമുക്ക് കുറച്ചുകൂടെ പരിചയമുള്ളൊരു നദിയുണ്ട്, ഏതാണ്? സബർമതി. ഈ സബർമതി എന്ന വാക്ക് നമ്മൾ കൂടുതലും കേൾക്കാറുണ്ട്, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടാണ് കേൾക്കാറുള്ളത് അല്ലേ? സബർമതി ആശ്രമം. സബർമതി ആശ്രമം എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടേതായിട്ടുള്ള ആശ്രമമാണ്. സബർമതി നദിയുടെ തീരത്തുള്ള ആശ്രമമാണ്, അതുകൊണ്ടാണ് സബർമതി എന്ന് പേര് കിട്ടിയത്. അപ്പോൾ സബർമതി നദിയുടെ തീരത്തായിരുന്നു സബർമതി ആശ്രമം. സബർമതിയുടെ തീരത്താണ് സബർമതി ആശ്രമം. ക്ലിയർ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് മാഹി, സബർമതി എന്ന് പറയുന്ന 2 നദികളും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ നർമ്മദ, താപ്തി, മാഹി, സബർമതി. അപ്പോൾ ഇതിൽ സബർമതിയും മാഹിയും വലിയ പ്രാധാന്യത്തോടെ PSC ചോദിക്കാറില്ല, എങ്കിലും നമുക്ക് ആവശ്യമുണ്ട്, പഠിച്ചിരിക്കുക. പടിഞ്ഞാറോട്ടാണ് ഒഴുകുക. പ്രധാനപ്പെട്ടത് നർമ്മദയുണ്ട്, താപ്തിയുമുണ്ട്. അതിലേറ്റവും നീളം കൂടി ചോദിച്ചാൽ ഏതാണ്? നർമ്മദ. അപ്പോൾ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? സിന്ധു. ക്ലിയർ ആണല്ലോ, സിന്ധു ആണ്. ഹിമാലയ നദികളിലെ ഏറ്റവും നീളം കൂടി ചോദിച്ചാലോ? അതും സിന്ധു ആണ്. ഇനി ഹിമാലയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്നത് ചോദിച്ചു കഴിഞ്ഞാലും സിന്ധു ആണ്. എന്നാൽ ഉപദ്വീപീയ നദികളിൽ, ആ വാക്ക് ശ്രദ്ധിക്കുക, ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നീളം കൂടിയത് നർമ്മദ. ഉപദ്വീപീയ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും നീളം കൂടിയത് ഗോദാവരി. ഓക്കെ ആണല്ലോ. ഇനി ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഏതാണ്? ഉപദ്വീപീയ നദികളെ നാം 2ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു, കിഴക്കോട്ടൊഴുകുന്നവെന്നും പടിഞ്ഞാറോട്ടൊഴുകുന്നവെന്നും. ഈ കിഴക്കോട്ടൊഴുകുന്ന നദികളിലും പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ വെച്ചിട്ട് ഏറ്റവും നീളം കൂടിയത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോദാവരി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ചോദിച്ചാൽ ഏതാണ്? ഗോദാവരി. 2ാം സ്ഥാനത്ത് ആരുണ്ട്? കൃഷ്ണ. 1ാം സ്ഥാനം ഗോദാവരി, 2ാം സ്ഥാനം കൃഷ്ണ. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ലൂണിയെ ഞാൻ ഇടയ്ക്കൊന്നും പറഞ്ഞിട്ടില്ല, ലൂണിയെ പരാമർശിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ റീസൺ കൂടെ ഇത്രയേ ഉള്ളൂ. അടുത്തിടെ PSC ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഹിമാലയൻ നദിയും ഉപദ്വീപീയ നദിയും അല്ലാത്ത നദിയാണ് ഏത്? ലൂണി. ഹിമാലയൻ നദിയും ഉപദ്വീപീയ നദിയും അല്ലാത്ത നദിയാണ് ഏത്? ലൂണി. സമുദ്രത്തിൽ പതിക്കാത്ത നദിയാണ് ലൂണി. മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി. ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുണ്ടെങ്കിലും ലാസ്റ്റായിട്ട് നല്ലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഹിമാലയ നദിയും ഉപദ്വീപീയ നദിയും അല്ലാത്തതാണ് ഏത്? ലൂണി. അതുകൊണ്ട് ലൂണി ഇവിടെ ഉൾപ്പെടുത്തുന്നില്ല. കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. പടിഞ്ഞാറോട്ടൊഴുകുന്നത് നർമ്മദ, താപ്തി, മാഹി, സബർമതി. ലൂണിയാണെങ്കിലോ ഹിമാലയ നദിയുമല്ല, ഉപദ്വീപീയ നദിയുമല്ല.
അപ്പോൾ ഇനി ക്വസ്റ്റ്യൻസിലോട്ട് വരാം. ഏറ്റവും നീളം കൂടിയ ഹിമാലയ നദി ഏതാണ്? സിന്ധു. ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയത് ഏതാണ്? ഗംഗ. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത്, അതായത് ഉപദ്വീപീയ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഡെക്കാനിലൂടെ ഒഴുകുന്ന എന്നൊക്കെ ചോദിക്കാം. ഉപദ്വീപീയ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഭാഗമാണ് ഉപദ്വീപീയ ഇന്ത്യ. 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഭാഗമാണ് ഉപദ്വീപീയ ഇന്ത്യ. ഈ ഉപദ്വീപീയ ഇന്ത്യ തന്നെയാണ് നമ്മൾ ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ട് പറയുന്നത്. ഡെക്കാൻ പീഠഭൂമി എന്ന് പറഞ്ഞാലും തലകീഴായ ത്രികോണാകൃതി കാണപ്പെടുന്ന ഇത്രയും ഭാഗം തന്നെയാണ് ഡെക്കാൻ പീഠഭൂമി. അപ്പോൾ ഈ ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള ഈ തലകീഴായ ത്രികോണാകൃതിയിൽ ഇത്രയും ഭാഗത്ത് കാണുന്ന ഡെക്കാൻ പീഠഭൂമിയിൽ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയത് ചോദിച്ചാലും അത് നമ്മുടെ ഉപദ്വീപീയ നദികൾ തന്നെയാണ്. അപ്പോൾ അതിലേറ്റവും നീളം കൂടിയത് ഏതായിരിക്കും? ഗോദാവരി. 2ാം സ്ഥാനം ഏതാണ്? കൃഷ്ണ. അതുകൊണ്ട് ഡെക്കാനിലൂടെ ഒഴുകുന്ന നീളം കൂടിയത്, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത്, അല്ലെങ്കിൽ ഉപദ്വീപീയ ഇന്ത്യയുടെ ഭാഗമായ ഏറ്റവും നീളം കൂടിയത് എന്നിങ്ങനെ എന്ത് ചോദിച്ചാലും ഒരേ മീനിങ് ആണ്, അത് ഗോദാവരി. 2ാം സ്ഥാനം കൃഷ്ണ. ഓക്കെ ആണല്ലോ. ഇതിനകത്ത് കിഴക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അങ്ങനെ നോക്കിയാലും കിഴക്കോട്ടൊഴുകുന്ന നീളം കൂടിയ ഉപദ്വീപീയ നദി ഗോദാവരി, പടിഞ്ഞാറോട്ടൊഴുകുന്ന നീളം കൂടിയ ഉപദ്വീപീയ നദി നർമ്മദ. ഓക്കെ ആണല്ലോ. ഹിമാലയ നദികളിൽ നീളം കൂടിയത് സിന്ധു, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയത് ഗംഗ, അറബിക്കടലിൽ പതിക്കുന്ന നീളം കൂടിയത് സിന്ധു, ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നീളം കൂടിയത് ബ്രഹ്മപുത്ര. എന്നാൽ ഉപദ്വീപീയ നദികളിൽ കിഴക്കോട്ടൊഴുകിയത് ഗോദാവരി, പടിഞ്ഞാറോട്ടൊഴുകിയത് നർമ്മദ. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഗോദാവരി, 2ാം സ്ഥാനം കൃഷ്ണ. ഇതിലേറ്റവും നീളം കൂടിയ പോഷക നദി ഏതാണെന്ന് ചോദിച്ചാൽ ഇത്രയും നദികളുണ്ട്. ഈ നദികളിൽ വെച്ചിട്ടോ ഏറ്റവും നീളം കൂടിയ പോഷക നദി ചോദിച്ചു കഴിഞ്ഞാൽ അത് യമുന. ഏറ്റവും നീളം കൂടിയ പോഷക നദി ഏതാണ്? യമുന. ഗംഗയുടെ പോഷക നദിയാണ് ഏത്? യമുന. അതുകൊണ്ട് ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് ഏത്? യമുന. ഏറ്റവും നീളം കൂടിയ പോഷക നദി യമുന. അപ്പോൾ എല്ലാത്തിൻ്റെ ഉത്ഭവസ്ഥാനങ്ങൾ ഒന്നുകൂടെ പറയാം. ഒന്നാമത്തത് സിന്ധുവിൻ്റെ ഉത്ഭവസ്ഥാനം. സിന്ധുവിൻ്റെ ഉത്ഭവസ്ഥാനം ഏതായിരുന്നു? ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിലെ ബോഗാർചു ഗ്ലേസിയർ. ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിലെ ബോഗാർചു ഗ്ലേസിയർ. ബ്രഹ്മപുത്രയുടെ ഉത്ഭവസ്ഥാനമോ? ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിലെ ചെമായുങ്തുങ് ഗ്ലേസിയർ. ചെമായുങ്തുങ് ഗ്ലേസിയർ. ഓക്കെ ആണല്ലോ. ചെമായുങ്തുങ് ഗ്ലേസിയർ. ചെമായുങ്തുങ് ഗ്ലേസിയർ. ചെമായുങ്തുങ് ഗ്ലേസിയർ എന്നാണ് ഏത് ഉത്ഭവിച്ചത്? ബ്രഹ്മപുത്ര ഉത്ഭവിച്ചത്. ഓക്കെ. അപ്പോൾ ഗംഗയുടെ ഉത്ഭവസ്ഥാനമോ? ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലെ ഗായ്മുഖ്. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലെ ഗായ്മുഖ് ഗുഹകളിൽ നിന്നും. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലെ ഗായ്മുഖ് ഗുഹകളിൽ നിന്നും. അപ്പോൾ 3 ഓക്കെ ആണല്ലോ. അടുത്തതാണ് ഉപദ്വീപീയ നദികളിലേക്ക് പോവാം. ഉപദ്വീപീയ നദികളിൽ നമുക്കാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗോദാവരി, കൃഷ്ണ, കാവേരിയെ കുറിച്ചാണ് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കാനുള്ളത്. ഗോദാവരി, കൃഷ്ണ, കാവേരിയെ കുറിച്ചാണ് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. ഇതിൽ നമ്മുടെ ഗോദാവരിയുടേതായിട്ടുള്ള ഉത്ഭവസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനം മഹാരാഷ്ട്ര. സംസ്ഥാനം മഹാരാഷ്ട്ര. ഇതിൻ്റെ സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ, ഉത്ഭവിക്കുന്ന സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബകേശ്വർ കുന്നുകൾ. മഹാരാഷ്ട്രയിലെ നാസിൽ, സ്ഥലം നാസിക്കാണ്. ത്രയംബകേശ്വർ എന്ന് പറയുന്ന സ്ഥലവുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ഥലത്തിൻ്റെ പേരാണ് ചോദിക്കുന്നത് ത്രയംബകേശ്വർ. കുന്നിൻ്റെ പേരും ത്രയംബകേശ്വർ. മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബകേശ്വർ കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കൃഷ്ണ. കൃഷ്ണയുടെ ഉത്ഭവസ്ഥാനമാണ് നമുക്ക് ചോദിക്കുന്നതെങ്കിൽ, കൃഷ്ണയുടെ ഉത്ഭവസ്ഥാനമാണെങ്കിൽ മഹാരാഷ്ട്രയിൽ തന്നെയാണ്. അത് മഹാബലേശ്വർ കുന്നുകളാണ്. മഹാബലേശ്വർ കുന്നുകൾ മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളാണ്. അത് കഴിഞ്ഞിട്ട് കാവേരി. കാവേരിയുടേതായിട്ടുള്ള ഉത്ഭവസ്ഥാനം തലക്കാവേരി. സംസ്ഥാനം കർണാടകയാണ്. കർണാടകയിൽ ബ്രഹ്മഗിരി കുന്നുകൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ബ്രഹ്മഗിരി കുന്നുകളുടെ ഭാഗമായിട്ടുള്ള തലക്കാവേരി നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഇനി അടുത്തത് മഹാനദി. മഹാനദിയുടെ ഉത്ഭവസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. ഛത്തീസ്ഗഡിലെ സിഹാവോ കുന്നുകൾ. ഛത്തീസ്ഗഡിലെ സിഹാവോ കുന്നുകൾ. സിഹാവോ കുന്നുകൾ. ഓക്കെ. ഛത്തീസ്ഗഡിലെ സിഹാവോ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഏത്? മഹാനദി. അടുത്തത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിലേക്ക് പോകാം. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നോക്കിക്കഴിഞ്ഞാൽ നർമ്മദ. നർമ്മദയുടേത് മധ്യപ്രദേശാണ്. മധ്യപ്രദേശിലെ അമർഖാണ്ഡ് കുന്നുകൾ അല്ലെങ്കിൽ മൈക്കല മലനിരകൾ. മധ്യപ്രദേശിലെ അമർഖാണ്ഡ് കുന്നുകൾ അല്ലെങ്കിൽ മൈക്കല മലനിരകൾ. അടുത്തത് താപ്തി.
താപ്തിയുടെ ഉത്ഭവസ്ഥാനമാണെങ്കിൽ അത് നമ്മുടെ ഈ മധ്യപ്രദേശിൽ തന്നെയാണ്. വിന്ധ്യ സത്പുരയുടെ ഭാഗമായ സത്പുരയുടെ ഭാഗത്ത് അതിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് അവിടെ കാണപ്പെടുന്ന ഒന്നാണ്. അവിടുത്തെ കുന്നിൻ്റെ പേര് മുൾട്ടായ് കുന്ന് അല്ലെങ്കിൽ മുൾട്ടായ് കുന്നുകളെന്നും അറിയപ്പെടുന്നുണ്ട്. മുൾട്ടായ് കുന്നുകൾ അല്ലെങ്കിൽ മുൾത്തായ് കുന്നുകൾ എന്നാണ് ഉത്ഭവിക്കുക. ഇനി ലൂണിയുടേത്, ലൂണി നമുക്ക് ഉപദ്വീപീയ നദിയും ഹിമാലയൻ നദിയും അല്ലാത്തതാണ് ഏത് ലൂണി. എന്നാലും അതിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറഞ്ഞാൽ ആരവല്ലി. ഓക്കെ, ആരവല്ലി ഏത് സംസ്ഥാനത്ത് നിന്ന് ചോദിക്കാറുണ്ട്? എവിടെയാണ്? രാജസ്ഥാൻ. ആരവല്ലി സംസ്ഥാനം ചോദിച്ചിട്ടുണ്ട്, രാജസ്ഥാൻ. രാജസ്ഥാനിലുള്ള ആരവല്ലി നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഏകദേശം എല്ലാ നദികളും ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം. പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്ന നദി ഏതാണ്? വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്ന നദി അത് നർമ്മദയാണ്. അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ, ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തായിട്ടല്ലേ ഇത് വരിക, നമ്മുടെ മധ്യപ്രദേശിൻ്റെ ഭാഗത്ത് വിന്ധ്യ സത്പുര. അങ്ങനെയാണെങ്കിൽ ഈ വിന്ധ്യ എന്ന് പറയുന്ന പർവ്വതത്തിൻ്റെയും അവിടെ ഓർമ്മിക്കേണ്ടതാണ്, ഈ വിന്ധ്യ എന്ന് പറയുന്ന ഒരു പർവ്വതനിര, സത്പുര എന്ന് പറയുന്ന ഒരു പർവ്വതനിര, ഇതിനകത്തുള്ള അമർഖണ്ഡക് എന്ന് പറയുന്ന ഒരു കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ചാണ് ഏത്? നർമ്മദ. ഈ നർമ്മദ ഉത്ഭവിച്ചത് വിന്ധ്യ സത്പുര ഭാഗത്തുള്ള അമർഖണ്ഡക് കുന്നുകളിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ വിന്ധ്യയെയും സത്പുരയും വേർതിരിക്കുന്ന നദി ചോദിച്ചാലും ഏതാണ്? നർമ്മദ. ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്നതും ഏതാണ്? നർമ്മദ. ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം ഏകദേശം വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ. അങ്ങനെയാണെങ്കിൽ വടക്കേ ഇന്ത്യയും തെക്കേ ഇന്ത്യയും വേർതിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാലും നർമ്മദ. വിന്ധ്യയെയും സത്പുരയും വേർതിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാലും നർമ്മദ. ഓക്കെ ആണല്ലോ. ഇനി ഈ പറയുന്ന നർമ്മദയുടെ അതേ സ്ഥാനത്ത് നമ്മുടെ ഇന്ത്യൻ ഭൂമിശാസ്ത്രമാണ് പഠിക്കുന്നതെങ്കിൽ ഇന്ത്യയും വടക്കേ ഇന്ത്യയും തെക്കേ ഇന്ത്യയും തിരിക്കുന്ന പർവ്വതം ചോദിച്ചാൽ വിന്ധ്യ സത്പുര. ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വേർതിരിക്കുന്ന പർവ്വതം ചോദിച്ചാൽ വിന്ധ്യ സത്പുര. എന്നാൽ നദി ചോദിച്ചാൽ നർമ്മദ. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി നർമ്മദ. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി നർമ്മദ. ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദി സിന്ധു. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഹിമാലയ നദി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സിന്ധു ആണ്. സിന്ധു. ഓക്കെ ആണല്ലോ. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാം സ്ഥാനം നർമ്മദ, രണ്ടാമത് താപ്തി വരുന്നുണ്ട്. എങ്കിലും എക്സാമിന് കൂടുതലും ചോദിക്കുന്നത് ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്നത് നർമ്മദ, ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നത് സിന്ധു. ഡെക്കാനിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയത്, ഡെക്കാൻ പീഠഭൂമിയിൽ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയത് ഗോദാവരി. ഓക്കെ ആണല്ലോ, ഗോദാവരി. ഇനി ഇതിനകത്ത് ലവണവാരി എന്നറിയപ്പെടുന്നത് ലൂണി. ലവണവാരി, സാൾട്ട് റിവർ, മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി എന്നൊക്കെ ചോദിക്കാറുണ്ടോ, അതെല്ലാം ലൂണിയാണ്. ലവണവാരി, സാൾട്ട് റിവർ എന്നൊക്കെ അറിയപ്പെടുന്നത് ലൂണിയെ കുറിച്ചിട്ടാണ് അറിയപ്പെടുന്നത്. ഓക്കെ. ഏറ്റവും മലിനീകരണം കൂടിയ ഹിമാലയ നദി ഗംഗ. ഏറ്റവും മലിനീകരണം കൂടിയ ഹിമാലയ നദി ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? ഗംഗ. അപ്പോൾ ഏറ്റവും മലിനീകരണം കുറഞ്ഞ ഹിമാലയ നദിയോ? അത് ബ്രഹ്മപുത്ര. ഏറ്റവും മലിനീകരണം കുറഞ്ഞ ഹിമാലയ നദി അത് ബ്രഹ്മപുത്രയാണ്. ഇനി ഏറ്റവും അധികം ജലം വഹിക്കുന്ന ഹിമാലയ നദിയും ബ്രഹ്മപുത്ര തന്നെയാണ്. ഏറ്റവും ആഴം കൂടിയതും ബ്രഹ്മപുത്രയാണ്. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ബ്രഹ്മപുത്ര, ഏറ്റവും ആഴം കൂടിയതും ബ്രഹ്മപുത്ര. എന്നാൽ എപ്പോഴും നമുക്ക് എക്സാമിന് ചോദിക്കാൻ നമ്മളെപ്പോഴും തെറ്റിക്കുന്ന ഒരു 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒന്ന്, ഏറ്റവും വേഗത്തിൽ ഒഴുകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ടീസ്റ്റ. ഏറ്റവും അപകടകാരിയാണ് ഏത്? കോസി. ഏറ്റവും വേഗത്തിൽ ഒഴുകുന്നത് ടീസ്റ്റ, ഏറ്റവും അപകടകാരിയാണ് ഏത്? കോസി. അത് നമ്മൾ അതിൻ്റെ പോഷകത്തിൽ പഠിക്കുമ്പോഴത്തേക്കും അവിടെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇന്ത്യയുടെ ഭൂപ്രകൃതി അനുസരിച്ചിട്ട് നദികൾ മനസ്സിലായി കാണുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ആ പഠിച്ചത് നമുക്ക് പ്രധാനപ്പെട്ട ഏരിയകൾ ഇതായിരുന്നു. നമ്മുടെ ഹിമാലയ നദിയെന്നും ഉപദ്വീപീയ നദിയെന്നും ഇന്ത്യയിലെ നദികളെ 2ആയിട്ട് തിരിക്കുന്നുണ്ടായിരുന്നു. ഹിമാലയ നദികൾ എന്ന് പറഞ്ഞാൽ ഗ്ലേസിയറിൽ നിന്നും ഉത്ഭവിക്കുന്നവ, അതായത് മഞ്ഞുരുകിയിട്ട് വെള്ളം ഉത്ഭവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉപദ്വീപീയ നദി എന്ന് പറഞ്ഞാൽ അത് പർവ്വതങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്നവയായിരുന്നു. ഹിമാലയ നദികൾ ഏതൊക്കെയായിരുന്നു? ഹിമാലയ നദികൾ എന്ന് പറഞ്ഞാൽ ഹിമാലയ നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇതിലേറ്റവും നീളം കൂടിയത് സിന്ധു. എന്നാൽ ഇന്ത്യയിലൂടെ ഗംഗ, പടിഞ്ഞാറോട്ടൊഴുകുന്നത് സിന്ധു, കിഴക്കോട്ടൊഴുകുന്ന നീളം കൂടിയത് ബ്രഹ്മപുത്ര. ഇനിയാണിത് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്, വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്. നമ്മുടെ പെനിൻസുലർ റിവേഴ്സിനെ, അതായത് ഉപദ്വീപീയ നദികളെ നമുക്ക് വീണ്ടും തരംതിരിക്കാം. അതിൽ പടിഞ്ഞാറോട്ടൊഴുകുന്നവ, അതായത് വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് നർമ്മദ, താപ്തി, മാഹി, സബർമതി. ഇതിലേറ്റവും നീളം കൂടിയത് ചോദിച്ചാൽ നർമ്മദ, 2ാം സ്ഥാനം താപ്തി. ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്നത് നർമ്മദ.
എന്നാൽ വിന്ധ്യയും സത്പുരയും വേർതിരിക്കുന്നതും ഏതാണ്? നർമ്മദ. നർമ്മദയുടെ ഇരട്ട എന്നറിയപ്പെടുന്നത് താപ്തിയാണ് കേട്ടോ. നർമ്മദ ഇരട്ട എന്നറിയപ്പെടുന്നത് താപ്തിയാണ്. ഇനി അടുത്ത് കിഴക്കോട്ട് ഒഴുകുന്നതാണെങ്കിൽ ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഏതൊക്കെയായിരുന്നു? ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. അതിലേറ്റവും വലുത് ഏതാണ്? ഗോദാവരി. രണ്ടാം സ്ഥാനം കൃഷ്ണ. അങ്ങനെയാണെങ്കിൽ ഉപദ്വീപീയ നദികളിൽ ഈ രണ്ട് നദികളിൽ, അതായത് പടിഞ്ഞാറോട്ടായിക്കോട്ടെ കിഴക്കോട്ടായിക്കോട്ടെ, രണ്ടിലും വച്ചിട്ട് ഏറ്റവും നീളം കൂടിയത് ഏത് തന്നെയാണ്? ഗോദാവരി. രണ്ടാം സ്ഥാനം ഏത് തന്നെയാണ്? കൃഷ്ണ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് ഈ പറയുന്ന ഈ നദികളുടെ നീളവും ഉത്ഭവസ്ഥാനവും ഞാൻ ഇത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രധാനമായിട്ട് എക്സാമിന് ചോദിക്കുന്ന 1-2 കാര്യങ്ങൾ മാത്രം പറയുന്നു. ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിക്കുന്നത് ഈ പറയുന്നതിൻ്റെതായിട്ടുള്ള ഉത്ഭവസ്ഥാനമാണ്. സിന്ധുവിൻ്റെതാണെങ്കിലോ ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിലെ ബോഗാർച്ചോ. ചേമായിന്തുങ്ങിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണെങ്കിലോ ബ്രഹ്മപുത്ര. അങ്ങനെയാണെങ്കിൽ ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഗംഗോത്രിയിലെ ഗായ്മുഖ്. മഹാബലേശ്വറിൽ നിന്നും ഉത്ഭവിക്കുന്നത് കൃഷ്ണ. എങ്കിൽ ത്രയംബക കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നത് ഏതാണ്? ഗോദാവരി. തലക്കാവേരിയിൽ നിന്നും കാവേരി. സിഹാവോ കുന്നുകൾ, മൈക്കല മലനിരകളിലെ സിഹാവോ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നത് ഏതായിരുന്നോ? മഹാനദി. എന്നാൽ അമർഖാണ്ഡ കുന്നുകൾ, മധ്യപ്രദേശിലെ അമർഖാണ്ഡ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നത് നർമ്മദ. മുൾട്ടായ് കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണെങ്കിൽ താപ്തി. ലൂണിയാണെങ്കിലോ ആരവല്ലി. ഇതിൽ മഹാനദിയും അതുപോലെ തന്നെ മാഹിയും സബർമതി വലുതായിട്ട് ചോദിക്കാറൊന്നുമില്ല. ഇതിൽ സബർമതി ആണെങ്കിൽ ഉത്ഭവിക്കുന്നത് നമ്മുടെ ആരവല്ലിയുടെയൊക്കെ സൈഡിൽ നിന്ന് തന്നെയാണ്. മാഹി ഉത്ഭവിക്കുന്നതാണെങ്കിൽ വിന്ധ്യാസത്പുരയുടെ ഭാഗത്താണ്. വലുതായിട്ട് അതിന് പ്രാധാന്യമൊന്നുമില്ല, അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കാറൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടെന്നൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പോൾ കിഴക്ക് പടിഞ്ഞാറ് എന്ന കോൺസെപ്റ്റ് ഇവിടെ പഠിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഇത്രയും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇതിനകത്ത് പ്രധാനപ്പെട്ട കുറച്ച് ദുഃഖങ്ങളും ജീവരേഖകളും. ഓക്കെ, ഈ പഠിച്ചിരിക്കുന്നതിൽ ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ഏതാണ്? ആന്ധ്രാപ്രദേശ് ഈ ഭാഗത്തായിട്ട് വരും, അത് ഗോദാവരി. ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ ഏതാണ്? ഗോദാവരി. ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ ഗോദാവരി. അപ്പോൾ ആന്ധ്രാപ്രദേശിലെ ഏറ്റവും നീളം കൂടിയ നദിയും ഏതായിരിക്കും? ഗോദാവരി. ഈ ജീവരേഖ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ജീവരേഖ എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തു കൂടെ ഒഴുകിക്കഴിഞ്ഞാൽ അവിടുത്തെ ജലസേചനമായിക്കോട്ടെ, കൃഷി ആയിക്കോട്ടെ, എന്തിനു തന്നെയായാലും ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നതിനാണ് നമ്മൾ ജീവരേഖ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രദേശത്തു കൂടെ ഒഴുകുമ്പോൾ അതൊരു സംസ്ഥാനമായിക്കോട്ടെ, രാജ്യമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പ്രദേശത്തായാൽ ഒഴുകുമ്പോൾ ആ പ്രദേശത്ത് ജലം ഏറ്റവും കൂടുതൽ എത്തിച്ച് അവിടുത്തെ കാര്യങ്ങൾക്ക് എല്ലാത്തിനും ജലവുമായി ബന്ധപ്പെട്ട എല്ലാം സ്വാധീനിക്കുന്നത് ഏതാണോ അതാണ് അവിടുത്തെ ജീവരേഖയായിട്ട് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ ഏതാണ്? ഗോദാവരി. ചിലപ്പോൾ സംസ്ഥാനത്തിൻ്റെ ആയിരിക്കാം, ചിലപ്പോൾ രാജ്യമായിരിക്കാം. കാരണം നമ്മുടെ രാജ്യം പറയുമ്പോഴത്തേക്കും നമ്മുടെ പാകിസ്ഥാന്റെ ജീവരേഖയാണ് ഏത്? സിന്ധു. പാകിസ്ഥാന്റെ ഏറ്റവും നീളം കൂടിയ നദിയാണ് സിന്ധു. പാകിസ്ഥാന്റെ ഏറ്റവും നീളം കൂടിയതും പാകിസ്ഥാന്റെ ജീവരേഖയും ഏത് തന്നെയാണ്? സിന്ധുവാണ്. അപ്പോൾ നമുക്ക് സംസ്ഥാനങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ മഹാരാഷ്ട്രയുടേതായിട്ടുള്ള ജീവരേഖ, മഹാരാഷ്ട്ര ഇവിടെയാണ് ഉത്ഭവിക്കുന്നത്. മഹാരാഷ്ട്രയിൽ നിന്ന് 2 നദികൾ ഉത്ഭവിച്ചിട്ടുണ്ട്, ഗോദാവരിയും കൃഷ്ണയും. അതിൽ ഗോദാവരിയും കൃഷ്ണയും ഉത്ഭവിച്ചാൽ കൃഷ്ണയുടെ പോഷകതയായ കൊയ്നയാണ് മഹാരാഷ്ട്രയുടെ ജീവരേഖ. മഹാരാഷ്ട്രയുടെ ജീവരേഖ ഏതാണ്? കൊയ്ന. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് കേരളത്തിന്റെ ജീവരേഖ. കേരളത്തിന്റെ ജീവരേഖ നമ്മുടെ ഏറ്റവും നീളം കൂടിയതായിരിക്കും പെരിയാർ. കേരളത്തിന്റെ ജീവരേഖ പെരിയാർ. എങ്കിൽ മധ്യപ്രദേശിന്റെ ജീവരേഖയോ? നർമ്മദ. മധ്യപ്രദേശിൻ്റെത് നർമ്മദ. ഗോവയുടെ ജീവരേഖ ഗോവയുടെ ജീവരേഖ ഈ ഭാഗത്ത് മണ്ഡോവി. അത് ചെറിയൊരു നദിയാണ്, നമ്മൾ ഈ പഠിച്ച കൂട്ടത്തൊന്നുമില്ല. ഗോവയുടെ ജീവരേഖ മണ്ഡോവി. ഓക്കെ, ഗോവയുടെ ജീവരേഖ മണ്ഡോവി. സിക്കിമിന്റെ ജീവരേഖ ടീസ്റ്റ അല്ലെങ്കിൽ ടീസ്റ്റ എന്ന് പറയുന്ന ടീസ്റ്റ. സിക്കിമിന്റെ ജീവരേഖ ടീസ്റ്റ. ഓക്കെ ആണല്ലോ. അപ്പോൾ കേരളത്തിന്റെ ജീവരേഖ പെരിയാർ, ഗോവയുടേത് മണ്ഡോവി. അത് കഴിഞ്ഞിട്ട് സിക്കിമിൻ്റെതാണെങ്കിലോ ടീസ്റ്റ. മഹാരാഷ്ട്രയുടേത് കൊയ്ന. ആന്ധ്രാപ്രദേശ് ഗോദാവരി, മധ്യപ്രദേശ് നർമ്മദ. ഇനി കുറച്ച് ദുഃഖങ്ങൾ. ദുഃഖം എന്നുദ്ദേശിക്കുന്നത് ഒരു നദി പ്രളയം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേ പ്രദേശങ്ങളെ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ തന്നെ മൊത്തത്തോടെ ഒഴുക്ക് എടുത്തുകൊണ്ടങ്ങ് പോകും. അതായത് പ്രളയം ഒഴുക്കിലെടുത്തുകൊണ്ടങ്ങ് പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ദുഃഖം എന്ന് ഉദ്ദേശിക്കുന്നതിൽ കൂടുതലും വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഒലിച്ചു പോകുന്ന പ്രദേശങ്ങൾ ഏതാണോ അവിടുത്തെ ദുഃഖം ആ നദിയായിരിക്കും.
എക്സാമ്പിൾ, ആസാമിൻ്റെ ദുഃഖം ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര കരകവിഞ്ഞൊഴുകുമ്പോൾ ആസാമിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ വിതയ്ക്കുന്നത് കൊണ്ട് ആസാമിൻ്റെ ദുഃഖം ബ്രഹ്മപുത്ര. ആസാമിൻ്റെ ദുഃഖം ബ്രഹ്മപുത്ര ഒക്കെയാണല്ലോ. എങ്കിൽ ബീഹാറിൻ്റെ ദുഃഖം കോസി. കോസി, ബീഹാറിൻ്റെ ദുഃഖം കോസി. അപ്പോൾ ഇന്ത്യയുടെ ദുഃഖം ഏത് തന്നെയാണ്? കോസി. ഇന്ത്യയുടെ ദുഃഖം കോസി, ബീഹാറിൻ്റെ ദുഃഖം കോസി. ഏറ്റവും വേഗത്തിൽ ഒഴുകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പഠിച്ചു ടീസ്റ്റ. പക്ഷേ ഏറ്റവും അപകടകാരി ചോദിച്ചാൽ ഏതാണ്? കോസി. ഏറ്റവും വേഗത്തിൽ ഒഴുകുന്നത് ടീസ്റ്റ. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്നത് ടീസ്റ്റ. എന്നാൽ അപകടകാരി ഏതാണ്? കോസി. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ദുഃഖമാണ് നമുക്ക് എക്സാമിൽ ചോദിക്കാറുള്ളത്. ഇന്ത്യയുടെ ദുഃഖം കോസി, ബീഹാറിൻ്റെ ദുഃഖം കോസി. ഇന്ത്യയുടെ ദുഃഖം കോസി, ബീഹാറിൻ്റെ ദുഃഖം കോസി. അടുത്ത നമ്മുടെ ബംഗാളിൻ്റെ ദുഃഖം. ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ. ബംഗാളിൻ്റെ ദുഃഖം ദാമോദറാണ്. ഓക്കെ, ബംഗാളിൻ്റെ ദുഃഖം പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളിൽ ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ. ഇന്ത്യയുടെ ദുഃഖം കോസി, ബീഹാറിൻ്റെ ദുഃഖം കോസി, ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ, ആസാമിൻ്റെ ദുഃഖം ബ്രഹ്മപുത്ര. എന്നാൽ മഹാനദി ഏതിൻ്റെ ദുഃഖം? ഒഡീഷയുടെ ദുഃഖം. ഒഡീഷയുടെ ദുഃഖം മഹാനദി. ഒഡീഷയുടെ ദുഃഖം മഹാനദി. ഒഡീഷ മഹാനദി. അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് ദുഃഖങ്ങൾ, കുറച്ച് ജീവരേഖകൾ, പിന്നെ ഇന്ത്യയിലെ നദികൾ എന്താണെന്നുള്ളത് ഒരു ജസ്റ്റ് ഒരു അവയർനെസ് കിട്ടിക്കാണും. ഈ ബേസിൽ നിന്നുകൊണ്ടാണ് നാം ഇനി അങ്ങോട്ട് പഠിക്കേണ്ടത്. കാരണം പലപ്പോഴും നമ്മൾ നദികൾ പഠിക്കുമ്പോൾ, ഇന്ത്യൻ റിവർ സിസ്റ്റം പഠിക്കുമ്പോഴത്തേക്കും പരസ്പര ബന്ധമില്ലാതെ ഗംഗ പഠിക്കുന്നു, അടുത്ത് ബ്രഹ്മപുത്ര പഠിക്കുന്നു. എല്ലാം പഠിച്ചതിന് ശേഷം ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആകാം. ഏതാണ് വലുത്? ഉപദ്വീപീയ നദികൾ വലുത് ഏതാണ്? കിഴക്കോട്ട് ഒഴുകുന്ന വലുത് ഏതാണ്? പടിഞ്ഞാറ് ഏതാണ് വലുത്? എന്തുകൊണ്ടാണ് ഹിമാലയൻ നദികളിലെ സിന്ധു വലുത്? ഗംഗ എന്തുകൊണ്ട് ഇന്ത്യയിൽ വലുത്? ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകും. അപ്പോൾ അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് എന്താണ് എന്നൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഈ കൺഫ്യൂഷൻ ഒഴിവാക്കി പഠിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ പറയുന്ന പോലെ, അതായത് ഹിമാലയ നദികൾ, ഉപദ്വീപീയ നദികൾ, ഇത് ഏത് ഭാഗത്തൂടെയാണ് ഒഴുകുന്നത്, ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉത്ഭവസ്ഥാനം, ഇതിൻ്റെ അറബിക്കടലാണോ ബംഗാൾ ഉൾക്കടലാണോ പതിക്കുന്നത്, ഇതെല്ലാം ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഇത്രയും നദികൾ പഠിക്കാൻ സിമ്പിളായിരിക്കും. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഇത്രയും നദികളാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, നർമ്മദ, താപ്തി, മാഹി, സബർമതി. ഇതിൽ മാഹി, സബർമതി വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് കുറച്ച് പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നർമ്മദ, താപ്തി. ഇനി അത് കിഴക്കോട്ട് ഒഴുകുന്നല്ലോ, ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. അപ്പോൾ ഏകദേശം നമുക്കൊരു 9 നദിയോളം പഠിക്കാനുണ്ട്. പിന്നെ ലൂണിയും കൂടെ വരുന്നുണ്ട്, അപ്പോൾ 10. അപ്പോൾ ഈ 10 നദികളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടത്. 10 നദികൾ, അത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഏറ്റവും കൂടുതൽ പോയിന്റ്സ് വരുന്നതാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ബാക്കിയൊക്കെ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. അപ്പോൾ നമുക്കിനി ഓരോ ക്ലാസ് ആയിട്ട് ഓരോന്ന് വിധം സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇന്ത്യൻ റിവർ സിസ്റ്റം എന്താണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം.